നമസ്തേ. ശിവശക്തി ചൈതന്യമായ ശ്രീ വിഷ്ണുമായ അഥവാ ചാത്തൻ സ്വാമികളുടെ ഭക്തി നിർഭരമായ കഥയുടെ അവസാന ഭാഗമാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവാനെ അറിഞ്ഞിരിക്കുക. കഥ മൊത്തത്തിൽ നിങ്ങളെല്ലാവരും അതൊന്ന് കേൾക്കുക. അപ്പോൾ മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചു വരുന്ന ദേവതയാണ് വിഷ്ണുമായ അഥവാ ചാത്തൻ. അതിശയോക്തികളിലും കെട്ടുകഥകളിലും കേട്ടുകേൾവിയിലുമൊക്കെ വിഷ്ണുമായയെക്കുറിച്ച് വിവിധങ്ങളായ പരാമർശങ്ങളാണുള്ളത്. ഇതേക്കുറിച്ച് ഇന്നും പൂർണ്ണമായ ഒരു ധാരണയില്ലാത്തതാണ് അതിനു കാരണം. നമ്മുടെ പൂർവികരുടെ ഈടുവയ്പ്പുകളിലുണ്ടായിരുന്ന താളിയോല ഗ്രന്ഥങ്ങളിലെ പല അമൂല്യ മന്ത്രതന്ത്ര വിധികളും മറ്റും കാലപ്പഴക്കത്താൽ നഷ്ടപ്പെട്ടു പോവുകയും അറിവുള്ളവർ അത് മറച്ചു വയ്ക്കുകയും ചെയ്തത് അറിയാനാഗ്രഹമുള്ള പുതിയ തലമുറയോട് ചെയ്ത മഹാ അപരാധമായി. അവർ ഇത്തരം കാര്യങ്ങളിൽ അജ്ഞരുമായി. പുരാണങ്ങൾ പഴഞ്ചനെന്ന് മുദ്രകുത്തി അവഗണിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവ വായിക്കാനും കേൾക്കാനും ഇന്ന് ജനങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ്. ഈശ്വര കഥകളോട് തോന്നുന്ന ഇഷ്ടം ഭക്തിമാർഗത്തിലേക്കുള്ള കാൽവെപ്പായി കണക്കാക്കാം. പുരാണങ്ങളെല്ലാം തന്നെ വൈദിക സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ്. ആ സംസ്കാരം കൈവരിക്കണമെങ്കിൽ ആഴത്തിലുള്ള ചിന്ത അത്യാവശ്യമാണ്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് വിഷ്ണുമായയുടെ 10 തുള്ളി ചോരയിൽ നിന്നുണ്ടായിട്ടുള്ള കുറേ കുട്ടിച്ചാത്തന്മാരെ കുറിച്ച് വരെയാണ്. അപ്പോൾ ഇന്ന് പറയുന്നത് ബ്രഹ്മാസ്ത്രത്തെക്കുറിച്ചും ഭൃംഗാസുര വധത്തെക്കുറിച്ചുമാണ്. അപ്പോൾ ഈ കുട്ടിച്ചാത്തന്മാരെല്ലാം വിഷ്ണുമായയ്ക്ക് ചുറ്റും നിന്ന് നൃത്തം ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഭൃംഗാസുരൻ അങ്ങനെ വിഹുലതയോടെ നിൽക്കുകയാണ്. അവനെ അമ്പരപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. അതൊരു പ്രത്യേക തരം നൃത്തവുമായിരുന്നു. ആ നൃത്തത്തിന് മാസ്മരികമായ ഒരു താളമുണ്ടായിരുന്നു. ആ താളവും നൃത്തവും ഭൃംഗാസുരനെ പോലും ഒരു മായിക ലോകത്തെത്തിച്ചു. അത്തരമൊരു നൃത്തം അന്നോളം ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ആ ആനന്ദ നൃത്തത്തിൽ പ്രകൃതി പോലും പങ്കുചേർന്നു. നൃത്തം അവസാനിപ്പിച്ചപ്പോൾ കിങ്കര കുട്ടിച്ചാത്തന്മാർ പാറയുടെ മുകളിലേക്ക് കയറി ഭഗവാൻ വിഷ്ണുമായയുടെ സമീപം നിലയുറപ്പിച്ചു. വിഷ്ണുമായയുടെ ഭടന്മാരാണ് അവരെന്ന് ഭൃംഗാസുരന് തോന്നി. വിഷ്ണുമായയ്ക്ക് ചുറ്റും കുട്ടിച്ചാത്തന്മാരുടെ എണ്ണം പെരുകിക്കൊണ്ടേയിരിക്കുന്നു. ഇതെന്ത് മായാജാലം, തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ. പക്ഷേ ഒരു കാര്യത്തിൽ ഭൃംഗാസുരന് അല്പം ആശ്വാസം തോന്നി. അടുത്തു കിട്ടിയാൽ തൻ്റെ ഒരു കൈകൊണ്ട് എല്ലാത്തിനെയും വാരി ഞെരിക്കാനേ ഉള്ളൂ. അതികായന്മാരുമല്ല. അപ്പോൾ എല്ലാം ഇത്തിരി കുഞ്ഞന്മാരാണ്. അവറ്റകളെ വേഗം കാലപുരിക്ക് അയക്കണം. ഭൃംഗൻ തൻ്റെ ഒളിപ്പോരാളികളോട് ആജ്ഞാപിച്ച നിമിഷം തന്നെ കിങ്കര കുട്ടിച്ചാത്തന്മാർ അന്തരീക്ഷത്തിലേക്ക് വായു ഊതിവിടാൻ തുടങ്ങി. അതൊരു ചുഴലിക്കാറ്റായി ആഞ്ഞു വീശി. അപ്പോൾ പൂഴിമണ്ണ് ഇളകിപ്പറന്നു. യുദ്ധഭൂമിയാകെ അത് പരന്നു. ഭൃംഗന്റെ പോരാളികൾ മിരിയൊന്ന് തുറക്കാനോ നിന്നിടത്തു നിന്ന് അണുവിട ചലിക്കാനോ കഴിഞ്ഞില്ല. തെല്ലു നേരം കഴിഞ്ഞ് ചുഴലിക്കാറ്റൊന്ന് അടങ്ങിയപ്പോൾ കുട്ടിച്ചാത്തന്മാരുടെ നേരെ പാഞ്ഞെടുക്കുന്ന ഒളിപ്പോരാളികൾക്ക് നേരെ അവർ അന്തരീക്ഷത്തിലൂടെ ഒരു കുടമയച്ചു. ഭൃംഗന്റെ പോരാളികൾക്ക് നടുവിൽ വന്ന് വീണ് പൊട്ടിത്തെറിച്ച ആ കുടത്തിൽ നിന്ന് എമ്പാടും സർപ്പങ്ങൾ പ്രവഹിച്ചു. 100,000 സർപ്പങ്ങൾ. അവ ഭടന്മാരുടെ നേരെ ഇഴഞ്ഞു കയറി. ഭടന്മാരിൽ ഏറെ എണ്ണം ഭയന്ന് നിലവിളിയോടെ പാഞ്ഞു. അവശേഷിച്ച ഭടന്മാരും കുട്ടിച്ചാത്തന്മാരും നേർക്കുനേർ ഏറ്റുമുട്ടി. കുട്ടിച്ചാത്തന്മാർ ഒരു കുട്ടിക്കളിക്ക് തുല്യം ഒളിപ്പോരാളികളെയാണ് കാലപുരിക്ക് അയച്ചതെന്ന് മാത്രം. അങ്ങനെ ഭൃംഗൻ ദിവ്യാസ്ത്ര പ്രയോഗം തുടങ്ങി. വിഷ്ണുമായയ്ക്ക് നേരെ ഭൃംഗാസുരൻ നാഗാസ്ത്രം തൊടുത്തയച്ചു. അത് 3 നാഗങ്ങളായി വിഷ്ണുമായയുടെ നേരെ പാഞ്ഞെടുത്തു. വിഷ്ണുമായ തെല്ലും പതറാതെ ഗരുഡാസ്ത്രം പ്രയോഗിച്ചു. 3 സർപ്പങ്ങൾക്ക് നേരെ 3 ഗരുഡന്മാർ പറന്നു ചെന്നു. അവ നാഗങ്ങളെയും റാഞ്ചിയെടുത്ത് അപ്രത്യക്ഷമായി. ഭൃംഗാസുരൻ ആഗ്നേയാസ്ത്രം അയച്ചു. അഗ്നി വർഷിച്ച് തൻ്റെ നേരെ വരുന്ന ആഗ്നേയാസ്ത്രത്തിനു നേരെ വിഷ്ണുമായ വരുണാസ്ത്രം തൊടുത്തു. ഘോരമാരി വർഷിച്ചുകൊണ്ട് ആ അസ്ത്രം അഗ്നി അണച്ചു. ദിവ്യാസ്ത്ര പ്രയോഗത്തിലൂടെ യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. ഇനിയും ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഭൃംഗാസുരൻ ഇങ്ങനെ ബ്രഹ്മാവിനെ ധ്യാനിച്ചു. അവന് അദ്ദേഹം നൽകിയ ബ്രഹ്മാസ്ത്രങ്ങളിൽ ഒന്ന് വില്ലിൽ തൊടുത്തുവിട്ടു. ആ ബ്രഹ്മാസ്ത്രം സർവനാശകാരിയായ ഒരു അഗ്നിപർവ്വത ശിഖ പോലെ വിഷ്ണുമായയ്ക്ക് നേരെ വന്യവേഗത്തിൽ പാഞ്ഞെടുത്തു. വിഷ്ണുമായയുടെ അടുത്ത് നിന്നിരുന്ന കിങ്കര കുട്ടിച്ചാത്തന്മാരിൽ ഒരാൾ പെട്ടെന്ന് മുകളിലേക്ക് ഉയർന്നു. പാഞ്ഞു വരുന്ന ബ്രഹ്മാസ്ത്രത്തിനു നേരെ വായും പിളർന്നു നിന്നു. കൃത്യമായും അവൻ്റെ വായിൽ വന്നു കയറിയ ബ്രഹ്മാസ്ത്രം അവൻ വിഴുങ്ങി. അസ്ത്രവും അവനും അടുത്ത ക്ഷണം അപ്രത്യക്ഷമായി. അത്യപൂർവ സവിശേഷതയുള്ള ആ ബ്രഹ്മാസ്ത്രത്തിന് ഭൂലോകം അപ്പാടെ ചുട്ടുകരിക്കാനുള്ള പ്രഹരശേഷിയുണ്ട്. അങ്ങനെയുള്ള ബ്രഹ്മാസ്ത്രം വിഴുങ്ങിയ കിങ്കര കുട്ടിച്ചാത്തൻ ആത്മഹൂതി ചെയ്തതിൽ ഒരു ത്യാഗത്തിൻ്റെ സമർപ്പണവുമുണ്ട്. ഈ ലോകത്തെ രക്ഷപ്പെടുത്തുക എന്ന സ്വയം സമർപ്പണം. അപ്പോൾ ആ കാഴ്ച കണ്ടപ്പോൾ ഭൃംഗാസുരൻ ഇടിവെട്ടേറ്റതുപോലെ നടുങ്ങി. ബ്രഹ്മാസ്ത്രം പാഴായിരിക്കുന്നു. വിഷ്ണുമായയുടെ കിങ്കരന് പോലും ഇത്ര വളരെ ശക്തിയോ? തുടർന്ന് ഭൃംഗാസുരൻ എയ്തുവിട്ട ശേഷിച്ച 9 ബ്രഹ്മാസ്ത്രങ്ങളും വിഷ്ണുമായയുടെ അരികിൽ നിന്നിരുന്ന ഓരോ കിങ്കര കുട്ടിച്ചാത്തന്മാർ ചാടി വീണ് അത് വിഴുങ്ങിക്കൊണ്ടേയിരുന്നു.
അപ്പോൾ ഈ വരുന്ന അസ്ത്രങ്ങൾ വിഴുങ്ങിയിട്ട് ഈ കിങ്കര കുട്ടിച്ചാത്തന്മാർ അപ്രത്യക്ഷരായിക്കൊണ്ടേയിരുന്നു. ആയുധങ്ങളും പടയാളികളും നഷ്ടപ്പെട്ട രാജാവായിരുന്നു ഭൃംഗാസുരൻ. പടക്കളത്തിലെ ആ ഏക പോരാളിയുടെ നിൽപ്പ് കണ്ട് മാന്ത്രിക കുട്ടിച്ചാത്തന്മാർ ഭൃംഗനെ പരിഹസിച്ചു. ഭൃംഗാസുര, ഭയം തോന്നുന്നുവോ? നിനക്ക് ബ്രഹ്മാവ് നൽകിയ ദിവ്യാസ്ത്രങ്ങൾ നിർവീര്യമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ ഞങ്ങളുടെ നാഥനായ വിഷ്ണുമായ ഒരു സാധാരണക്കാരനല്ലെന്ന് മനസ്സിലാക്കുക. യുദ്ധകളത്തിൽ ഭയന്ന് യുദ്ധം അവസാനിപ്പിച്ച് നിൽക്കുന്നത് ഒരു ചക്രവർത്തിക്ക് ഭൂഷണമാണോ? അസുര കുലത്തിന് തന്നെ അപമാനമല്ലേ അത്? അവശേഷിച്ച ആയുധവുമായി ആണുങ്ങളെ പോലെ പോരാടുക, അതോ ഓടി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ? ഭൃംഗാസുരന്റെ കയ്യിൽ ആയുധമായി ഇനി അവശേഷിക്കുന്നത് ഒരു ഗദ മാത്രമാണ്. ഭൃംഗൻ മടിച്ചു നിന്നില്ല. അയാൾ ഗദയെടുത്ത് ചുഴറ്റി വിഷ്ണുമായയുടെ നേരെ ആഞ്ഞെറിഞ്ഞു. പെട്ടെന്ന് ദിഗന്തം നടക്കുന്ന ഒരു ചിൽ ചിൽ നാദം കാനനത്തിൽ ഉയർന്നു. ഭയം കൊണ്ട് ഭൃംഗാസുരന്റെ ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളും ഉണർന്നു. അപ്പോൾ ഇരട്ടച്ചിലമ്പിന്റെ ഭീകരനാദമായിരുന്നു അത്. 2 കുറുവടികളിൽ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത്. വിഷ്ണുമായയുടെ മാന്ത്രിക കുറുവടികൾ കയ്യിൽ വെച്ചിങ്ങനെ കിളിക്കുകയാണ്. അതാണ് ആ ത്രസിപ്പിക്കുന്ന ശബ്ദത്തിന്റെ ഉറവിടമെന്ന് ഭൃംഗാസുരൻ അറിഞ്ഞു. അപ്പോൾ ലോകമാതാവ് ഭൃംഗാസുര വധത്തിനായി നൽകിയ മാന്ത്രിക കുറുവടികളാണത്. വിഷ്ണുമായ ഗദയെയും ഭൃംഗാസുരനെയും ലക്ഷ്യം വെച്ച് അത് അന്തരീക്ഷത്തിലേക്ക് നീട്ടിയെറിഞ്ഞു. പാഞ്ഞെടുത്ത ഭൃംഗന്റെ ഗദയിൽ മാന്ത്രിക കുറുവടികൾ ചെന്നിടിച്ചു. അഷ്ടദിക്കുകളും ഞെട്ടി, കടലിളകി, കാനനം അപ്പാടെ ഉലഞ്ഞാടി, കാറ്റ് ഭയന്നോടി, കാട്ടുജന്തുക്കൾ അലറി. ഒരു ഇടിമിന്നൽ, പിന്നെ അഗ്നിപ്രളയം. അടുത്ത ക്ഷണം ഭൃംഗാസുരന്റെ ഗദായുധം ഇങ്ങനെ ഉരുകി ഒലിച്ചു. അപ്പോൾ എന്നിട്ട് താഴോട്ട് ആ ഗദ ഇങ്ങനെ ഉരുകി ഒലിക്കുകയാണ്. വിഷ്ണുമായ തൻ്റെ മായക്കണ്ണിലൂടെ അറിഞ്ഞ് ഭൃംഗന്റെ ഇടതു നെഞ്ചിനെയും വലതു നെഞ്ചിനെയും ലക്ഷ്യം വയ്ക്കാൻ കുറുവടികളോട് കൽപ്പിച്ചു. ആ കുറുവടികൾ ചിൽ ചിൽ ശബ്ദത്തോടെ തൻ്റെ നേരെയാണ് പാഞ്ഞു വരുന്നതെന്ന് ഭൃംഗാസുരൻ കണ്ടു. അപ്പോൾ മരണഭീതിയോടെ ഭൃംഗൻ ജീവനും കൊണ്ട് പാഞ്ഞു. പർവ്വതങ്ങളിലേക്ക് പാഞ്ഞു കയറി, എന്നിട്ട് ഗുഹകളിൽ ഒളിച്ചു. അടുത്ത നിമിഷം കേൾക്കാം ആ ചിൽ ചിൽ ശബ്ദം. അപ്പോൾ ഒരു ഗുഹയിൽ പോലും ഒരു ഞൊടി നേരം പോലും സ്വസ്ഥമായി ഇരിക്കാൻ ഭൃംഗാസുരന് കഴിഞ്ഞില്ല. പർവ്വതങ്ങളിൽ നിന്ന് ഓടി ആകാശത്തൊളിച്ചു. അവിടെയും എത്തി മാന്ത്രിക കുറുവടികൾ. അപ്പോൾ പ്രാണരക്ഷാർത്ഥം സമുദ്രത്തിൽ ഒളിക്കാൻ ചാടിയ ഭൃംഗന് സമുദ്രത്തിലും ഒളിയിടം കിട്ടിയില്ല. അവിടെ നിന്ന് അവൻ പാതാള ലോകത്തെത്തി. പിന്നാലെ തന്നെയുണ്ട് ചിൽച്ചിൽക്കാരം മുഴക്കിക്കൊണ്ട് വിഷ്ണുമായയുടെ മാന്ത്രിക കുറുവടികൾ. മരണവെപ്രാളത്തോടെ പാഞ്ഞ ഭൃംഗൻ തിരികെ ഭൂലോകത്തെത്തി. ഇനി ഒളിക്കാൻ എവിടേക്കും പാഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആ മാന്ത്രിക കുറുവടികൾ അവനെ പിടികൂടുക തന്നെ ചെയ്തു. അവ ഓരോന്നും ഭൃംഗന്റെ വലം നെഞ്ചിലും ഇടം നെഞ്ചിലും വെള്ളിടി പോലെ പ്രഹരിച്ചു. ചെറുവിരലുകൊണ്ട് പോലും ചെറുക്കാൻ ഭൃംഗാസുരന് കഴിഞ്ഞില്ല. ശരീരം വിയർത്ത് വിറയ്ക്കാൻ തുടങ്ങി. ചുവടുകൾ ഇടറി അപ്പാടെ തളരുന്നു. ഭൃംഗൻ ഭൂമിയിൽ പതിച്ചു. എന്നിട്ടും കുറുവടിയുടെ പ്രഹരം തുടരുകയാണ്. പിടഞ്ഞുകൊണ്ടിരുന്ന ഭൃംഗന്റെ കണ്ണുകളിലൂടെയും കാതുകളിലൂടെയും നാസാരന്ധ്രങ്ങളിലൂടെയും വായിലൂടെയും രക്തമൊഴുകി. അവന്റെ ഇരുനെഞ്ചിലെയും ജീവൻ നിലച്ചു. അങ്ങനെ അസുര ചക്രവർത്തി ഭൃംഗാസുരന്റെ വിധി പൂർത്തിയായി. വിഷ്ണുമായയുടെ അവതാര ലക്ഷ്യം സഫലമായി. ചാരിതാർത്ഥ്യത്തിന്റെ സൂര്യപ്രഭയോടെയുള്ള മന്ദഹാസത്തോടെ വിഷ്ണുമായ നിന്നു. അദ്ദേഹം അപ്പോഴും മലയ കൊട്ടാരത്തിന് മുന്നിലുണ്ടായ പാറയുടെ മുകളിൽ തന്നെയായിരുന്നു. ഭൃംഗാസുര വധമെന്ന ദൗത്യ പൂർത്തീകരണ ശേഷമല്ലാതെ ആ പാറക്കെട്ടിൽ നിന്ന് ഇറങ്ങില്ലെന്ന വല്ല നിശ്ചയവും അദ്ദേഹത്തിനുണ്ടായിരുന്നോ എന്നറിയില്ല. അവിടെ എത്തിയ മുഹൂർത്തം മുതൽ ഇതാ ഈ നിമിഷം വരെ ഭഗവാൻ അവിടെ തന്നെ നിന്നു. ആ പാറക്കെട്ടിന് മുകളിൽ വിഷ്ണുമായ അനുഗ്രഹിക്കും പോലെ 3 വട്ടം ഇങ്ങനെ തലോടി. അത്ഭുതം! കരിമ്പാറക്കെട്ടിന്റെ സ്ഥാനത്ത് അതാ ഒരു കാട്ടുപോത്ത്. വിഷ്ണുമായയുടെ വാഹനമായ അതേ കാട്ടുപോത്ത്, സാക്ഷാൽ ചെമ്പൻ. തന്റെ വാഹനത്തിലേറെ തന്നെയാണ് വിഷ്ണുമായ ഭൃംഗാസുര നിഗ്രഹം നടത്തിയത്. മഹിഷവാഹനത്തിൽ ഇരിക്കുന്ന വിഷ്ണുമായയുടെ വിജയത്തെക്കുറിച്ചറിഞ്ഞ് അഭിനന്ദിക്കാൻ ദേവന്മാർ ആകാശവീഥികളിൽ അണിനിരന്നു. അവർ അവിടെ നിന്ന് പൂക്കൾ വാരിച്ചൊരിഞ്ഞു. വിഷ്ണുമായയ്ക്ക് പുഷ്പവൃഷ്ടി നടത്തി. ഈ കാണുന്ന പ്രപഞ്ചത്തിൻ പൊരുൾ നീയല്ലോ മായേ മായേ ശ്രീ വിഷ്ണുമായേ, കാര്യമായതും കാരണമായതും നീയല്ലോ മായേ മായേ ശ്രീ വിഷ്ണുമായേ, സത്യമായതും നിത്യമായതും നീയല്ലോ മായേ മായേ ശ്രീ വിഷ്ണുമായേ, കാമ്യമായതും കാമിതമായതും നീയല്ലോ മായേ മായേ ശ്രീ വിഷ്ണുമായേ, കാനനദേശേ കാടകമാടി നടന്നത് നീയല്ലോ മായേ മായേ ശ്രീ വിഷ്ണുമായേ, ഉലകം ഭരിക്കാൻ കാലിക്കോല് ധരിച്ച് നീയല്ലോ മായേ മായേ ശ്രീ വിഷ്ണുമായേ,
കൂളിവനത്തിൽ താണ്ഡവമാടി രസിച്ചത് നീയല്ലോ മായേ മായേ ശ്രീ വിഷ്ണുമായേ. അവർ വിഷ്ണുമായയെ സ്തുതിച്ചു പാടി. ആ ദേവസമൂഹത്തിൽ 10 മാന്ത്രിക കുട്ടിച്ചാത്തന്മാരും 390 കിങ്കര കുട്ടിച്ചാത്തന്മാരും ഉണ്ടായിരുന്നു. കാലം തെറ്റി പൂത്തുലഞ്ഞ കാനനം മന്ദമാരുതനുമൊത്ത് സുഗന്ധ ചാമരം വീശി എങ്ങും പുഷ്പസുഗന്ധം പരന്നു. പക്ഷിവൃന്ദങ്ങൾ പാട്ടുപാടി, ജന്തുജാലങ്ങൾ നൃത്തം ചവിട്ടി. എങ്ങും ആനന്ദ മഹോത്സവം തന്നെ. ചേതോഹരങ്ങളായ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആനന്ദാശ്രുക്കൾ പൊഴിച്ച് വിഷ്ണുമായയുടെ വളർത്തമ്മയായ കൂളിവാക മകന്റെ അരികിലെത്തി. തൻ്റെ മുന്നിൽ സ്വയം വിസ്മയിച്ചു നിന്ന കൂളിവാകയുടെ ശരീരത്തിൽ ഒരു ദിവ്യശക്തിയുടെ ഉദയം. പാർവതീദേവിയുടെ ശക്തി കൂളിവാകയിലേക്ക് പകർന്നതായിരുന്നു അത്. കൂളിവാകയെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അനുഗ്രഹമായിരുന്നു അത്. ധ്യാനലീനയായി കൂളിവാകയും ധർമ്മ സംരക്ഷകയായ പാർവതീദേവിയും അപ്പം ഒരേ ദിവ്യ ചൈതന്യത്തിൽ ലയിച്ചു നിൽക്കുന്ന ആ ദിവ്യ ജ്യോതിസിനെ വിഷ്ണുമായ തൻ്റെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചു. തനിക്ക് മാതൃത്വം ദാനം നൽകിയ 2 അമ്മമാരാണത്. പാർവതീദേവിയും കൂളിവാകയും ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന ആ ദിവ്യ സംഗമം കണ്ട് അമ്മ അനുഗ്രഹിക്കുന്ന നിമിഷം പ്രത്യക്ഷപ്പെട്ടുകൊള്ളാം എന്ന് പറഞ്ഞ് വിഷ്ണുമായ അവരെ നമസ്കരിച്ചു. പാർവതീദേവി അന്തരീക്ഷത്തിലേക്ക് ഒരു പാറക്കല്ല് ജപിച്ചെറിഞ്ഞു. ആ കല്ല് വായുദേവൻ ഏറ്റുവാങ്ങി. ദേവി ജപിച്ചെറിഞ്ഞ കല്ലിനെ വായുദേവൻ എവിടെ കൊണ്ടിടുന്നുവോ അവിടെ കുടിയിരുന്ന് നാടിൻ്റെ നാഥനായി ചെറു കുടിമക്കളെ കാത്തു രക്ഷിക്കണം എന്ന് പറഞ്ഞ് ദേവി അരി വിളയിക്കാൻ ഒരു പിടി അരി കുട്ടിച്ചാത്തന്മാരുടെ കയ്യിൽ കൊടുത്ത് ഇങ്ങനെ ജപിച്ചെറിഞ്ഞ ആ പാറയുടെ അരികിലേക്ക് അയച്ചു. അപ്പോൾ സർവഭൂത സഞ്ചായങ്ങളാൽ ശോഭിതമായ വിഷ്ണുമായയ്ക്ക് ജ്ഞാന വിചാര ശക്തി പകർന്ന് തൻ്റെ മകന് വേണ്ട ഗുണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് വിഷ്ണുമായയുടെ ശിരസിൽ കൈവച്ച് പാർവതീദേവി അനുഗ്രഹിച്ചു. മായയാൽ വിഷ്ണുരൂപം കൊണ്ട് കൈലാസനാഥനെ വന്ദിച്ചവനാണ് നീ. അനേക അസുരന്മാരെ ഒറ്റയ്ക്ക് നിഗ്രഹിച്ച് നാടിന് ശാന്തിയും സമാധാനവും നൽകിയവനാണ് നീ. കാട്ടാന, കരടി, ചെന്നായ, ചെമ്പുലി എന്നീ രൂപങ്ങളിൽ ഒരു ഞൊടിക്ക് 1 കോടി വേഷം മാറുന്നവനാണ് നീ. രക്ഷയ്ക്കും ശിക്ഷയ്ക്കും ഉടയോനായ ഒരു പരദേവതയായിരിക്കണം നീ. മാന്ത്രിക കുറുവടികളാൽ ദുഷ്ടരെ നിഗ്രഹിച്ച് ശിഷ്ടരെ പരിപാലിക്കുന്നവനായിരിക്കണം നീ. വിളിച്ചാൽ വിളിപ്പുറത്തും ഞൊടിച്ചാൽ ഞൊടിപ്പുറത്തും പ്രത്യക്ഷപ്പെടുന്നവനാകണം നീ. കലിയുഗം തുടങ്ങി 12 നൂറ്റാണ്ട് കഴിയുവോളം കാടിൻ്റെ മക്കൾക്ക് നാഥനായി ധർമ്മത്തെ കാത്തുരക്ഷിക്കണം. രാമാവതാരത്തിൽ ചാപമായും കൃഷ്ണാവതാരത്തിൽ ചക്രമായും നീ അവതരിക്കണം. ചാത്തൻ വിഷ്ണുമായ, വിഷ്ണുമായ ചാത്തൻ എന്നീ പേരുകളിൽ ഭൂലോകത്ത് കീർത്തിമാനായിരിക്കണം നീ. വിഷ്ണുമായയോട് ഇത്രയും പറഞ്ഞ് ഭാവിയിൽ വിഷ്ണുമായയ്ക്ക് വേണ്ട മന്ത്രതന്ത്ര തത്വോപദേശങ്ങൾ മാതൃസ്ഥാനത്തു നിന്നും നൽകണമെന്നും കാലാന്തരത്തിൽ കാട്ടുമക്കൾക്ക് അമ്മയായും ദൈവമായും ഗംഗാതീരത്തെ കല്ലടിക്കോട് വെള്ളിക്കിരി മലയിൽ കുടിയിരിക്കണമെന്നും പാർവതീദേവി കരിനീലയെ ഉപദേശിച്ച് അനുഗ്രഹിച്ച് കൂളിവാകയുടെ ദിവ്യ ശരീരവും കൊണ്ട് പാർവതീദേവി അപ്രത്യക്ഷയായി. വിഷ്ണുമായ ആ കാഴ്ച കണ്ട് തൊഴു കൈയുമായിട്ട് ഇങ്ങനെ നിന്നു. അപ്പോൾ ദേവലോകത്ത് നിന്ന് പുഷ്പവൃഷ്ടി തുടർന്നുകൊണ്ടിരുന്നു. ദേവലോകത്തേക്ക് അവർ വിഷ്ണുമായയെ ക്ഷണിച്ചു. വരുന്നില്ലേ ഞങ്ങൾക്കൊപ്പം? ദേവലോകത്തേക്ക്? ഇല്ല, ഞാൻ വരുന്നില്ല. ഭൂലോകത്തുള്ള ചെറുകുടിമക്കളെ കാത്തു രക്ഷിക്കാനും വരാനിടയുള്ള നാശങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുവാനുമായി ഞാനിവിടെ ഈ കാനനത്തിൽ തന്നെ ഉണ്ടാകും. വിളിച്ചാൽ വിളിപ്പുറത്ത്, ഞൊടിച്ചാൽ ഞൊടിപ്പുറത്ത്. ചുറ്റും നിന്നവരെ നോക്കി മധുരമായൊന്ന് പുഞ്ചിരിച്ചു. അടുത്ത ക്ഷണം വിഷ്ണുമായ അപ്രത്യക്ഷമായി, ഒരു മായാവിയായിട്ട്. അപ്പോൾ ശിവശക്തി ചൈതന്യമായ ശ്രീ വിഷ്ണുമായ അഥവാ ചാത്തൻ സ്വാമികളുടെ ഭക്തി നിർഭരമായ കഥ നിങ്ങളെ എല്ലാവരെയും പറഞ്ഞു കേൾപ്പിക്കാൻ സാധിച്ചതിൽ ഒരു പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവരും സ്വാമിയെ അറിഞ്ഞിരിക്കുക, സ്വാമിയുടെ കഥകൾ എല്ലാവരും കേൾക്കുക. എല്ലാവരെയും വിഷ്ണുമായ സ്വാമികൾ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇനി ഒരു പുതിയ കഥയുമായി ഉടനെ വരാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.